മാങ്ങ അച്ചാർ ഫ്രഷായിട്ട് എണ്ണയില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നല്ല പുളിയുള്ള 3 കിലോ മാങ്ങ എനിക്ക് കിട്ടിയത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്കും സെപ്പറേറ്റ് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്സ്ഡ് ജാറിലേക്ക് ചില്ലി, ടെർമറിക്, ജീര, അതുപോലെ മേത്തി, കടുക് അങ്ങനെ ഇടുക, മസ്റ്റാർഡ് അങ്ങനെ ഇടുക, അതുപോലെ കായം, ഇതെല്ലാം ചേർത്ത് പൗഡർ ചെയ്ത് വെക്കണമേ. അതിനുശേഷം വേണം ഇങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങാൻ. ആദ്യം മാങ്ങയിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തു അടിയിലത്തെ മാങ്ങയിൽ. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുത്തു. അതിന് മേളിൽ കുറച്ച് മാങ്ങ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ പൗഡറാക്കി വെച്ചിരിക്കുന്നത് ഇതും കൂടെ നമുക്ക് ഇങ്ങനെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ബിരിയാണിക്ക് നമ്മൾ ലെയർ ചെയ്യുന്ന പോലെ എല്ലാം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എനിക്ക് വലിയ പാത്രമില്ല, സ്റ്റീൽ പാത്രം ചെറിയ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇളക്കുന്നത് കേട്ടോ. വലിയ പാത്രമുണ്ട് ഒറ്റയടിക്ക് നമുക്ക് എല്ലാം നിരത്തിയിട്ട് ഇളക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 2 പാത്രത്തിലായിട്ട് ഇട്ടാണ് ചെയ്യുന്നത്. ഞാനിത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് മാറ്റി വെച്ചിരുന്നു. അതിന് വേറെ ഒരു 50 ഗ്രാം മുളക് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 100 ഗ്രാം വേറെ എടുത്തതാണ് എരിവുള്ള മുളക് പൊടി. ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ ഇതിനകത്ത് അധികം എനിക്ക് ഇടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ ബേസിനകത്ത് വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിനകത്തിട്ട് ഇളക്കാൻ പറ്റാതെ. പക്ഷേ എല്ലാം ഇളക്കി കഴിയുമ്പോൾ ഈ പാത്രത്തിൽ തന്നെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് അമർത്തി കൊടുത്ത് വെച്ചാൽ മതി. നോക്കിക്കേ, ഞാൻ ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. ഉപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ എടുക്കത്തില്ല, ബ്ലേഡ് ചീത്തയായി പോകും പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഉപ്പിടാറില്ല അങ്ങോട്ട്. ഇനി ബേസിനുള്ളതിനകത്തും ഞാനിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഇതിനകത്ത് തന്നെ വലിയ ചരുവത്തിൽ തന്നെ എല്ലാം ഞാൻ അടച്ച് ഇപ്പം ഞാൻ രാത്രിയിലാണ് വെക്കുന്നത്. ഇന്നൊരു ഈവനിങ് മൊത്തം അതിനകത്തിരുന്ന് രാത്രി മുഴുവൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ച് ഒതുങ്ങും. ഒതുങ്ങി കഴിയുമ്പം നമുക്ക് രാവിലെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് മിക്സ് ആകാത്ത ഭാഗമെല്ലാം അന്നേരം നല്ലതായിട്ട് ക്ലിയറായിട്ട് മിക്സാക്കി കൊടുക്കണം. കണ്ടോ, ഇതിനകത്ത് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തൊന്നുമല്ല വെച്ചേക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്തുള്ള ഒരു പണിയുമില്ല, മുഴുവൻ ഫ്രഷായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മസാലകളെല്ലാം എണ്ണയില്ലാതെ തന്നെ അല്ലാതെ ചൂടാക്കിയിട്ടാണ് നമ്മൾ പൗഡർ ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ നമ്മൾ എണ്ണയൊന്നും ഇതിനകത്ത് മിക്സ് ആകുന്നതേ ഇല്ല കേട്ടോ. എണ്ണ നമുക്ക് വേണ്ട ഇതിനകത്ത്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നാളെ രാവിലെ നമുക്കിതെടുത്ത് നോക്കാം. നോക്കിക്കേ, കണ്ടോ ഒതുങ്ങിയില്ലേ? ഈ ഒതുങ്ങിയതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇളക്കി കൊടുക്കണം. ആ ബേസിൻ എടുത്തിട്ട് അതിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് മാറ്റി വെച്ച് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഈ ബിരിയാണി സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബിരിയാണി ലാസ്റ്റ് ലെയർ മസാലയൊക്കെ ഇട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതും ഇളക്കി കൊടുക്കുക നല്ല പോലെ. അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ എല്ലായിടത്തും ഒന്ന് ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ വീണ്ടും അതിനെ അടച്ച് പതുക്കി ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ നമുക്കത് പിന്നെ ബോട്ടിലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് എണ്ണ വേണം. അത് അച്ചാറിനകത്ത് മിക്സാക്കാനല്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി വെച്ച് നോക്കിക്കേ, കണ്ടോ അടിയിലൊക്കെ ഇടയ്ക്ക് ആകാത്ത ഭാഗമൊക്കെ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലായിടത്തും ആകണം. ഇതെന്താ ആകാത്തതെന്ന് വെച്ചാൽ എണ്ണയില്ല, അതിനകത്തുള്ള വെള്ളം കൊണ്ട്, മാങ്ങയുടെ വെള്ളം കൊണ്ട് നമ്മൾ മേത്തി പറഞ്ഞാൽ നമ്മുടെ ഉലുവയും കടുകുമൊക്കെ കുതിർന്നല്ലോ, അപ്പോൾ അത് പശ പോലെയായി. അതുകൊണ്ടാണ് കുറച്ചുകൂടെ മാങ്ങയുടെ വെള്ളമൊക്കെ ഇറക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചാറ് പോലെ ചെറുതായിട്ട് വരും, ഒരു മയം പോലെ. അല്ലാതെ ഒത്തിരി ഒഴുകി കിടക്കുന്ന പോലൊന്നും വരത്തില്ല. കണ്ടോ പശ പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണിത്. അങ്ങനെ നല്ലതായിട്ട് നമുക്കിനി ഇതിനെ പ്രസ് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ട് ഈവനിങ്ങിൽ ഇനി ഞാനിത് ബോട്ടിലാക്കി കാണിക്കാം. ബോട്ടിലാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോട്ടിലിൽ ഞാൻ ലെമൺ പിക്കിൾ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് ബോട്ടിലിടുന്നത് അതുപോലെ നല്ല പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ നല്ല ഒട്ടും എയർ ഇല്ലാത്തതുപോലെ, ഒരു ശകലം ഗ്യാപ്പില്ലാത്ത പോലെ വേണം ബോട്ടിൽ നമ്മൾ നിറയ്ക്കാൻ. ബോട്ടിൽ നല്ല പോലെ നിറച്ചതിന് ശേഷം മുകൾ വശമൊക്കെ നല്ല തുടച്ചൊക്കെ എടുക്കണം. അതെല്ലാം ഞാൻ ഇനി അങ്ങോട്ട് കാണിക്കാമേ. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതിപ്പോൾ വൈകുന്നേരം വരെ ഇരിക്കട്ടെ.
അങ്ങനെ ഈവനിങ് ടൈമായി. ഞാൻ ബോട്ടിലിൽ കുറച്ചെടുത്ത് നിറച്ചു. എനിക്കൊരു 3-4 ബോട്ടിലത്തെ കൊണ്ട് 3 ഇനി 4-മത്തെ ബോട്ടിലിലൂടെ നിറച്ചതിന് ശേഷം കണ്ടോ കുറച്ചുകൂടെ ഉണ്ട്. അതുകൂടെ നിറച്ചതിന് ശേഷം ബാക്കി ചെയ്യുന്ന ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ മസ്റ്റർഡ് ഓയിൽ ഇച്ചിരി വേണം. ഇത് അച്ചാറിൽ മിക്സ് ചെയ്യാനല്ല കേട്ടോ, അച്ചാറിൻ്റെ മേളിൽ പൂപ്പൽ പിടിക്കാതിരിക്കാൻ മുകളിൽ മാത്രം ഇച്ചിരി ഒഴിക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു 30 ml കൂടുതലൊന്നും വേണ്ട 3-4 ബോട്ടിലത്തേക്ക് കേട്ടോ. ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ മേപ്പോട്ട് നിൽക്കുന്നത് ലെവലിൽ നമ്മൾ പ്രസ് ചെയ്താക്കണം. ഇതിപ്പം ചരിച്ചാലും മറിച്ചാലും ഒന്നും ഈ അച്ചാർ താഴെ പോകത്തില്ല. ചരിഞ്ഞ് ഒരാഴ്ച കിടന്നാലും ഒട്ടും പോകത്തില്ല. എന്ന് വെച്ചാൽ അത്രയും പശ പോലെ കട്ടിക്ക് നിൽക്കുമല്ലേ അത്. അപ്പം അങ്ങനെ അതിൻ്റെ മേൾവശം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം നോക്കണേ. ഞാനിത് ലെമൺ പിക്കിൾസ് കാണിച്ചപ്പോൾ ഞാനത് എണ്ണയൊക്കെ ഒഴിക്കുന്നതും കാര്യങ്ങളും കാണിച്ചു. ഞാൻ ഒരു 10-20 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഓയിൽ അധികം ഉപയോഗിക്കാതെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഓയിൽ ഇനി എന്തോ ചെയ്യണമെന്ന് അറിയുമ്പോൾ മൊത്തം മസാലയെല്ലാം മേപ്പോട്ടിരിക്കുന്ന എല്ലാം തുടച്ചേച്ച് വേണം ഈ ഓയിൽ ഒഴിക്കാൻ. നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം. ഈ ഓയിൽ കണ്ടോ എത്രമാത്രം ഒഴിച്ചെന്നുള്ളത്. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലായിരുന്നു, സ്വല്പം മേലിൽ തീർന്നതേ ഉള്ളൂ ഒഴിച്ചപ്പോൾ. ഈ ഓയിൽ ഇനി നമ്മൾ അച്ചാർ എടുക്കുന്ന സമയമില്ലേ, ഇപ്പോൾ എടുക്കുന്ന ആ ബോട്ടിലിലെ ഓയിൽ മറ്റേ ബോട്ടിലുകളിലോട്ട് സ്വല്പം അങ്ങ് ഒഴിച്ച് മാറ്റി വെച്ച്, അതായത് ഒട്ടും എണ്ണയില്ലാതെ വേണം എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് മാറ്റി വെച്ച്, മറ്റച്ചാർ കേടാകാതിരിക്കുമല്ലോ, ഒഴിച്ച് മാറ്റി വെച്ച് എണ്ണയില്ലാത്ത അച്ചാർ നമ്മളെടുത്ത് ഉപയോഗിക്കുക. എണ്ണ വേണം എന്നുള്ളവരാണെങ്കിൽ ഈ എണ്ണ തന്നെ അതിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങ് എടുത്താൽ മതി ബോട്ടിലിൽ നിന്ന്. എണ്ണ ആവശ്യമുള്ളവർക്കും എണ്ണ ആവശ്യമില്ലാത്തവർക്കും എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ ലാസ്റ്റ് വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ മിക്സ് ചെയ്യുന്ന രീതിക്കനുസരിച്ചിരിക്കും. എന്തായാലും ഈ അച്ചാർ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകയും ചെയ്യണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.